ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ഈ നാളുകളിൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണകാലത്ത് ഈ ഒരു കാലഘട്ടത്തെ നവസുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടമായി പ്രഖ്യാപിച്ചു. ന്യൂ ഇവാഞ്ചലൈസേഷൻ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസ കൈമാറ്റത്തിന് നവസുവിശേഷവൽക്കരണം. സഭയുടെ അടിസ്ഥാന ശുശ്രൂഷ വിശ്വാസത്തിൻ്റെ കൈമാറ്റമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി ഈ കാലയളവിൽ സുവിശേഷത്തിൻ്റെ സത്യവചനങ്ങൾക്കായി അനേകം 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 ആയിരങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളിലും നമ്മൾ ലോകത്തിന് ഏത് ദിക്കുകളിലേക്ക് പോയാലും കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാൻ ജനലക്ഷങ്ങൾ ഇന്ന് ഓടിക്കൂടുകയാണ്. സമയം വിഷയമല്ല, പണം വിഷയമല്ല, ആരോഗ്യം വിഷയമല്ല, ജോലി വിഷയമല്ല, ബിസിനസ് വിഷയമല്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജനം ദാഹിക്കുന്ന ഒരു അഭിഷിക്ത കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്. ഇത് അവിചാരിതമല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉന്നതമായൊരു പ്രവൃത്തിയാണ്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ലോക ചരിത്രത്തിലും സഭാ ചരിത്രത്തിലും ഏറ്റവും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കാലഘട്ടത്തിലാണ്
നമ്മൾ എത്തി നിൽക്കുന്നത്. ഞാൻ 100% വിശ്വസിക്കുന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇവിടെ എന്തോ പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. ഇവിടെ പരിശുദ്ധാത്മാവിന് ചിലത് ചെയ്യാനുണ്ട്. യെസ്, പ്രിയപ്പെട്ടവരെ, മാനുഷികമായ കരങ്ങളാണ് ഇതിന്റെ പുറകിലെങ്കിൽ നമ്മൾ ഇവിടെ വരികയില്ല. അതുകൊണ്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഞാൻ വിശ്വസിക്കുന്നു കർത്താവാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നതെങ്കിൽ കർത്താവിന് ചിലത് പറയാനുണ്ട്. കർത്താവ് ഒരിക്കലും വെറുതെ ഒരു കാര്യവും ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ഏതൊരു പ്രവൃത്തിയുടെ പുറകിൽ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ 4-5 ദിനരാത്രങ്ങളിൽ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക്, ഈ അഭിഷിക്ത ശുശ്രൂഷകളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ സ്വർഗത്തിന് ചിലത് നമ്മോട് സംസാരിക്കുവാനുണ്ട്. വെളിപാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നൊരു തിരുവാക്യമുണ്ട്. പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ശ്രദ്ധിക്കുക, ഈ നാളുകളിലും പരിശുദ്ധാത്മാവ് സഭയോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് യുവജനങ്ങളോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരോട് സംസാരിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ചെവി പോരാ. പ്രൈസ് ദി ലോർഡ്. വേറെ പലതും കേൾക്കാൻ ഇത് വളരെ ബെസ്റ്റാ. പക്ഷെ ആത്മാവിന്റെ സ്വരം കേൾക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെടണം. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ബോധ്യപ്പെടുത്തിയാൽ, പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചാൽ, നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, മരിച്ചാലും അതന്നെ, അത് മരിച്ചാലും മറക്കില്ലേ. ഒരിക്കലും ഒരു മിഷണറി പറഞ്ഞ അനുഭവം പറഞ്ഞ് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുകയാണ്. നമ്മുടെ കേരളത്തില് മൊബൈൽ ഫോണുകളൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു സമയം. എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണൊന്നുമില്ല, വളരെ കുറച്ച് പേരുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ളൂ. ഈ മിഷണറി ഇദ്ദേഹം ഒരു സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തിയാണ്. വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഒരുപാട് സഹിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതം ഒരു ബലിയായി കർത്താവിന് കൊടുത്ത ഒരു ദൈവദാസൻ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടായി. പ്രത്യേകിച്ച് സാമ്പത്തികമായ മേഖലകളിൽ ഒരുപാട് തകർച്ചയുണ്ടായി. ഈ സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ ഈ ദൈവദാസൻ മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്നോട് സംസാരിക്കണം. നീയാണ് എന്നെ വിളിച്ചത്. കർത്താവ്, നീയാണ് എന്നെ അഭിഷേകം ചെയ്തത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ സമയത്ത് വ്യക്തമായി അദ്ദേഹം ഒരു സ്വരം കേൾക്കുകയാണ്. അദ്ദേഹം ഒരു ശബ്ദം കേൾക്കുകയാ. നീ എഴുന്നേറ്റ് നാളെ ബാംഗ്ലൂരിലോട്ട് യാത്ര ചെയ്യുക. നീ ബാംഗ്ലൂരിലോട്ട് പോവുക. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരും കർത്താവ് പറഞ്ഞു കൊടുത്തു. ബാംഗ്ലൂർക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ലെങ്കിലും കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം ബാംഗ്ലൂരിലുള്ള തൻ്റെ സഹോദരനടുത്തേക്ക്, സുഹൃത്തിനടുത്തേക്ക് യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇങ്ങനെ എഴുതി കുറിപ്പിൽ വെച്ചിട്ടുണ്ട്. കയ്യിൽ മൊബൈലൊന്നുമില്ല, കാരണം മൊബൈൽ ഫോൺ ഇതുപോലെ സുലഭമായിട്ടില്ല. ഇദ്ദേഹം അന്ന് വൈകിട്ട് ബാംഗ്ലൂർക്കുള്ള ബസ്സിൽ യാത്ര പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ യാത്രക്കിടയിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ആ ഫോൺ നമ്പറും ഇറങ്ങേണ്ട ബസ് സ്റ്റോപ്പിൻ്റെ സ്ഥലമൊക്കെ അത് എഴുതി വെച്ചിട്ടുള്ള ആ ചെറിയ കടലാസ കഷ്ണം നഷ്ടപ്പെട്ടു പോയി. ബാംഗ്ലൂരിൽ എവിടെ ചെന്നിറങ്ങും, ഇനി ആരോട് സംസാരിക്കും, ആരെ വിളിക്കും, ഇദ്ദേഹത്തിന് ഒരു എത്തും പിടുത്തും കിട്ടുന്നില്ല. അദ്ദേഹം ഏതൊരു സ്റ്റോപ്പിൽ പോയിട്ട് ഇറങ്ങി. ആ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു വലിയ മരം അവിടെ നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ എങ്ങനെ എൻ്റെ സുഹൃത്തിനെ കണ്ടുപിടിക്കും? ഇത്രയും വലിയ ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ആരോട് പറയാനാ? ഞാൻ അങ്ങനെ അവനെ കണ്ടുപിടിക്കുക. കർത്താവെ, സംസാരിക്കണമേ. കർത്താവെ, പ്രവർത്തിക്കണമേ. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവദാസൻ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്ത് കർത്താവ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ തുറന്നു. ആ വലിയ വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ഒരു വലിയ കമ്പ് ചില്ല റോഡ് മുറിഞ്ഞ് റോഡിന്റെ അപ്പുറത്ത് പോയി കിടപ്പുണ്ട്. ഈ വൃക്ഷച്ചില്ലയിലൂടെ
ഒരു പുഴു ഇങ്ങനെ അരിച്ച് അത് അപ്പുറത്തെത്തി, അത് അവിടെ നിന്ന് ഇറങ്ങി. ഈ പുഴു, നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും തിരക്കുള്ള ബാംഗ്ലൂർ പട്ടണത്തിൽ ബസ്സും കാറും മറ്റു വാഹനങ്ങളൊക്കെ ചീറിപ്പായുന്ന ആ ബാംഗ്ലൂർ പട്ടണത്തിൽ റോഡിലൂടെ ഈ പുഴു ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇക്കരയ്ക്ക് വരിക. അത് ആ റോഡ് മുറിച്ച് കിടക്കുക. ആ പുഴു ഇങ്ങനെ ക്രോസ് ചെയ്ത് വരികയാണ്. ഇത്രയും വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോയിട്ടും ഒരു വാഹനം പോലും ആ പുഴുവിനെ സ്പർശിക്കുന്നില്ല. ഒരു വാഹനത്തിന്റെ ടയറിന്റെ അടിയിൽ ആ പുഴു അത് അറിയപ്പെടുന്നില്ല. അത് വളരെ വളരെ കൂളായി ഇങ്ങനെ റോഡ് മുറിച്ച് ഇക്കരയെത്തിയപ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്രയും വലിയ പട്ടണത്തിൽ ഇത്രയും നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ റോട്ടിലൂടെ ഈ നിസ്സാര പുഴുവിനെ ഒരു അപകടവും കൂടാതെ, ഒരു ആപത്തും കൂടാതെ എനിക്ക് ഇക്കരെ എത്തിക്കാമെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, എന്റെ വചനത്തിന് വേണ്ടി, ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞുങ്ങളെ, നിന്റെ സമസ്ത മണ്ഡലങ്ങളെയും കരുതുവാൻ, പരിപാലിക്കുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. നീ കലങ്ങണ്ട, നീ ഭാരപ്പെടണ്ട, ഞാനാ നിന്റെ കരം പിടിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് ആ മനുഷ്യന്റെ അകത്ത് പരിശുദ്ധാത്മാവ് കത്തിച്ചു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിച്ചാല് മരിച്ചവരെ മറക്കില്ല. ധ്യാനഗുരു പഠിപ്പിക്കുന്ന പോലെയല്ല അത്. പ്രൈസ് ദി ലോർഡ്. അത് വചനപ്രഘോഷകൻ പഠിപ്പിക്കുന്ന പോലെയല്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച സംഗതി പഠിപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ഇങ്ങനെ കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും സമയമായിട്ട് സുഹൃത്തിനെ കാണാനില്ലല്ലോ, സുഹൃത്ത് എവിടെ പോയി എന്ന് ചിന്തിച്ച് ഇദ്ദേഹം കാണേണ്ട സുഹൃത്ത് ഇവനും തെരഞ്ഞ് റോട്ടിലൂടെ വരിക. പരിശുദ്ധാത്മ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സുഹൃത്തിനെയും കണ്ടുമുട്ടി, അവർ കെട്ടിപ്പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് പോവുക. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ബാംഗ്ലൂരിലോട്ട് ദൈവാത്മാവ് എന്നെ വിട്ടത് ഈ ബോധ്യം അകത്ത് നൽകാനാ. ഇത് ധ്യാനം കൂടിയാൽ ചിലപ്പോൾ കിട്ടില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇത് ധ്യാനം കൂടിയാലും, ഇത് കൺവെൻഷനിൽ പങ്കെടുത്താലും, അതുകൊണ്ട് പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കേ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കേ. പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തെ തുറക്ക്. യെസ് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം ഇത് നവസുവിശേഷവൽക്കരണത്തിൻ്റെ കാലഘട്ടമാണ്. ലോകമെമ്പാടും ഇന്ന് അനേകം ആയിരങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്കറിയാം. ഇന്ന് ലോകം മുഴുവൻ എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ വ്യാപകമായ അക്രമങ്ങളും ഭീകര പ്രവർത്തനങ്ങളും പകർച്ചവ്യാധികളും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളും വിശ്വാസത്തെ പ്രതിയുള്ള മതപീഡനങ്ങളും പാപത്തിന് അതിപ്രസരവും പരിശുദ്ധ അമ്മയുടെ പ്രതിഷീകരണങ്ങളും, ഈ അടയാളങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഈ അടയാളങ്ങളൊക്കെ നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത അർജൻസി ഓഫ് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകതയെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകത? വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയുടെ മിഷണറി സനാതന സാധ്യതയെപ്പറ്റി പുറപ്പെടുവിച്ച മനോഹരമായ ചാക്രിക ലേഖനമാണ് മലയാളത്തിൽ രക്ഷകന്റെ മിഷൻ. ഈ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭാമക്കളോട് പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? രക്ഷകനായ ക്രിസ്തു തിരുസഭയെ ഭരമേൽപ്പിച്ച ദൗത്യം ഇന്നും അതിൻ്റെ പരിപൂർത്തിയിൽ നിന്ന് വളരെ വളരെ അകലെയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും മാർപ്പാപ്പ പറയുകയാണ്, മനുഷ്യവർഗത്തെ ഒന്നടങ്കം വീക്ഷിക്കുമ്പോൾ രക്ഷാകര ദൗത്യം തുടക്കത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷവൽക്കരണത്തിൻ്റെ അത്യാവശ്യകത ഇവിടെയാണ് വെളിപ്പെടുന്നത്. കർത്താവിനെ അറിയാതെ, യേശു നൽകിയ നിത്യരക്ഷ സ്വന്തമാക്കാതെ ജനകോടികൾ വിവിധ ഗോത്രങ്ങളിലും വിവിധ ഭാഷകളിലും വിവിധ ദേശങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായി ജനകോടികൾ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം
ഒരിക്കൽ പോലും കേൾക്കാത്ത അനേകം ആയിരങ്ങൾ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം കേട്ട, സുവിശേഷത്തിന്റെ പൊരുളുകൾ മനസ്സിലാക്കാൻ കർത്താവ് കൃപ നൽകിയ നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ സുവിശേഷം കേൾക്കാത്ത ഇവർ എങ്ങനെ സുവിശേഷം കേൾക്കും? കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, യേശുക്രിസ്തുവിന്റെ രക്ഷ സ്വീകരിക്കുവാൻ കൊതിക്കുന്ന ജനകോടികൾ ഈ തലമുറയിലുണ്ട്. ഇവിടെയാണ് കർത്താവ് നമ്മളെ ബരമേൽപ്പിച്ചിരിക്കുന്ന മിഷൻ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈശോ സഭയ്ക്ക് കൊടുത്ത യൂണിവേഴ്സൽ മിഷൻ എന്ന് പറയുന്നത് പ്രീച്ച് ദ ഗോസ്പൽ, സുവിശേഷം പ്രഘോഷിക്കുക. സുവിശേഷവൽക്കരണത്തിന്റെ അത്യാവശ്യകതയിൽ രണ്ട് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, നമ്മൾ എന്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യണം? എന്താണ് സുവിശേഷവൽക്കരണത്തിന്റെ അർജൻസി? ഒന്നാമത്തെ കാര്യം, സമയം സമാഗതമായി. ഇനി നമുക്ക് കഥ പറഞ്ഞിരിക്കാൻ നേരില്ല, തമാശ പറയാൻ ഇനി സമയമില്ല. നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയുവാനും പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കുവാനും നേരമില്ല. സമയം സമാഗതമായി. വെളിപാടിന്റെ പുസ്തകം 14-ാം അധ്യായം 6-7 വചനങ്ങളിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. മധ്യാകാശത്തിൽ മറ്റൊരു ദൂതനെ യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. ആ ദൂതൻ വിളിച്ചു പറയുകയാണ്, ഭൂമിയിലുള്ള സകല മനുഷ്യരും, എല്ലാ ഭാഷകളോടും എല്ലാ ജനതകളോടും എല്ലാ രാജ്യങ്ങളോടും പ്രഘോഷിക്കപ്പെടുവാൻ ഒരു സുവിശേഷം ഈ ദൂതന്റെ കയ്യിലുണ്ട്. വെളിപാടിന്റെ പുസ്തകം 14:7 അവിടെ വചനം പറയുന്നു, ഈ ദൂതൻ വിളിച്ചു പറയുകയാണ്, ദൈവത്തെ ഭയപ്പെടുക, അവിടത്തേക്ക് മഹത്വം കൊടുക്കുവിൻ, എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം, ആ വചനം കിട്ടിയ ഉറക്കെ വായിച്ചേ, അവിടുത്തെ വിധിയുടെ സമയം ആഗതമായിരിക്കുന്നു. സമയം സമാഗതമായി. കാലത്തിന്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും വചനത്തിന്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യത നമുക്ക് ബോധ്യപ്പെടും. അവിടെ വചനം പറയുകയാണ്, സമയം സമാഗതമായി. എന്തിനുള്ള സമയം? സുവിശേഷ വേല ചെയ്യാനുള്ള സമയം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളും യുവജനങ്ങളും ദമ്പതികളും ബഹുമാനപ്പെട്ട സമർപ്പിതരും ബഹുമാനപ്പെട്ട വൈദികരും ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ ദർശനങ്ങൾ ഏറ്റെടുത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനുമുള്ള സമയം സമാഗതമായി. നമ്മൾ ഉണരേണ്ട സമയമായി. ജീവിതത്തിന് ചില വ്യഗ്രതകള്, ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കള്, എൻ്റെ ജോലി, എൻ്റെ ബിസിനസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ പഠനം, ഇതൊന്നും വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ പ്രയോറിറ്റി മാറരുത്. ഇനി എനിക്കും നിങ്ങൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരൊറ്റ ലക്ഷ്യം. എന്താണ് ആ ലക്ഷ്യം? ആത്മാക്കളുടെ രക്ഷ. അതിനുവേണ്ടി ജീവിതം യേശു ക്രിസ്തുവിനായി എറിഞ്ഞു കൊടുക്കാൻ തീരുമാനമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഈ അടുത്ത കാലത്ത് കർത്താവിന്റെ കണ്ണ് തുറപ്പിച്ച സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. ഒരു 5 ദിവസത്തെ താമസമുള്ള ധ്യാനത്തിന് പോയി. ഈ ധ്യാന സമയത്ത്, ആ ധ്യാനത്തിന് 3-ാമത്തെ ദിവസം, ആ ധ്യാന കേന്ദ്രത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകള്, വേസ്റ്റ് കടലാസുകള്, മറ്റു പലതൊക്കെ ഒരു കുഞ്ഞിങ്ങനെ പെരട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അവന് 8 വയസ്സ് പ്രായം. അവന്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളൊക്കെ ആ ഫ്രീ ടൈം സമയത്ത്, ആ ബ്രേക്ക് ടൈമില് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ച് ഓടി നടന്നുകൊണ്ടിരിക്കുക. ഈ 8 വയസ്സുള്ള കുഞ്ഞ് ആരും അവനോട് പറഞ്ഞിട്ടല്ല. അവൻ ആ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന കടലാസ് കഷ്ണങ്ങളും മറ്റു പല വേസ്റ്റുകളും ഇങ്ങനെ പെറുക്കിക്കളയുമ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആനന്ദം തോന്നി, ഒരു കൗതുകം തോന്നി. ഞാൻ ആ മോനോട് അടുത്ത് ചെന്ന് ചോദിച്ചു, മോനെ കുട്ടാ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മോനെ, നീ എന്താ ചെയ്യുന്നത്? അവൻ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അങ്കിൾ, ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുകയാണ്. ജീസസ്, ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുക. ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന
മിഠായി കടലാസുകൾ പെറുക്കിക്കളയുന്നത് അത് കർത്താവിന്റെ രാജ്യത്തിനോടുള്ള ശുശ്രൂഷയാണ്, അത് സുവിശേഷ വേലയാണെന്നുള്ള ആ 8 വയസ്സുകാരന്റെ ദർശനം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, നിനക്ക് പ്രായം 38 ആയല്ലോ, നിനക്ക് പ്രായം 38 ആയല്ലോ, നീ അനേകരുടെ സുവിശേഷം പറഞ്ഞല്ലോ, നീ അനേക സ്ഥലങ്ങളിൽ ഓടി നടന്ന് വചനം അറിയിച്ചുവല്ലോ. ഈ 8 വയസ്സുകാരന്റെ ഈ കുഞ്ഞിന്റെ സുവിശേഷ ദർശനം, ആത്മീയ ദർശനം നിനക്കുണ്ടോ? 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 നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറേണ്ട സമയമായി. നമ്മുടെ ചില ചിന്താഗതികൾ പൊളിച്ചെഴുതേണ്ട സമയമായി. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 10-ാം വചനത്തിൽ വിവാഹ വിരുന്നിനെ കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. വിവാഹ വിരുന്നിലൂടെ കർത്താവ് പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇവാഞ്ചലൈസേഷനാ. അവിടെ ഈശോ പറയുന്നുണ്ട്, എന്റെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുവീൻ. ഏതായി വിരുന്നുശാല? ഏതായി വിരുന്നുശാല? അത് സ്വർഗമാണ്. ഏതാ അതിഥികള്? ആത്മാക്കളാണ്. അപ്പൊ നമുക്കൊരു ക്രൈസ്തവനെ ഒരൊറ്റ ജോലിയുള്ള ഏത്? ആത്മാക്കളെ പിടിക്കുക. ഹല്ലേലൂയ. അതിനുള്ള സമയമായി പ്രിയപ്പെട്ടവരെ, അതിനുള്ള സമയമായി. പലപ്പോഴും ഇന്ന് സുവിശേഷവൽക്കരണത്തിൽ പല നിസ്സംഗതയും ആത്മീയ മരവിപ്പും ശൂന്യതയും, നമുക്ക് അവസരങ്ങൾ കിട്ടാത്തതും പ്രോത്സാഹനം കിട്ടാത്തതും, ഇതൊക്കെ മൂലം അനേകരും മരവിച്ചിരിപ്പുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അകത്തൊരു കാലഘട്ടത്തിൽ സ്വർഗത്തിന്റെ തീ വന്നതാ. എന്നാൽ സാഹചര്യങ്ങൾ, സമ്മർദ്ദം കൊണ്ട്, ചില ഞെരുക്കങ്ങളാല്, തെറ്റിദ്ധരിക്കപ്പെട്ടത് മൂലം, മാനസികമായി ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടായത് മൂലം സുവിശേഷ വേല വിട്ട്, കർത്താവിനോടുള്ള ബന്ധം വിട്ട് പലരും പല ദർശനങ്ങളിലേക്ക് മാറിയ ചില ജീവിതങ്ങളെ ഈ വചന കൂടാരത്തിൽ പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട്. ഈ മെസ്സേജ് അപ്രകാരമുള്ള ജീവിതങ്ങൾക്ക് സ്വർഗം നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, നിനക്ക് ഈ വേല വിട്ട് പോകാൻ പറ്റൂ? നിനക്ക് ഈ വേല വിട്ട് പോകാൻ പറ്റൂ? നിനക്ക് ഈ വേല വിട്ട് പോകാൻ പറ്റൂ? ഞാൻ പറഞ്ഞു, കർത്താവേ എന്താ അങ്ങനെ പറയുന്നത്? കർത്താവേ എന്താ അങ്ങനെ പറയുന്നത്? കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ വേല വിട്ട് നീ പോയാൽ അത് നിന്റെ അവസാനമായിരിക്കും. കഷ്ടപ്പാടുണ്ടെന്നേ ആരാ പറഞ്ഞില്ലാന്ന്? ഞെരുക്കമുണ്ട്, സഹനമുണ്ട്, തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അംഗീകാരം കിട്ടുന്നില്ല, ഒക്കെ ശരിയാ. ഈ വേദന വരുമ്പോൾ ഒറ്റ കാര്യം ചെയ്യണ്ടോ? കൂടുതൽ വട്ടം പിടിക്കുക, കൂടുതൽ വട്ടം പിടിക്കുക. നിനക്ക് എനർജി തന്നെ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കിങ്കോങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. കരിങ്കുരങ്ങനെ എർത്ത് കിട്ടും തോറും എനർജി കൂടും. പ്രൈസ് ദി ലോർഡ്. എർത്തടിക്കും തോറും എനർജി. ഇതുപോലെയാ ദൈവത്തിന്റെ ദാസന്മാരും ദാസിമാരും. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം
വെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവമെന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണിത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ